ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനുവരി മാസമൊക്കെ നമ്മൾ അത്യാവശ്യം നടാനുള്ള കൃഷിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ നടാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജനുവരി മുതൽ മെയ് മാസം വരെ നമുക്ക് നല്ല രീതിയിൽ ചീര നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ എവിടെ നോക്കിയാലും ചീരയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ചീര ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന റെഡ് ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അപ്പം റെഡ് പല തരത്തിലുള്ളതായ ചീരകളുണ്ട്. ഇതൊക്കെയാണെന്ന് മയിൽപ്പീലി ചീര, സുന്ദരി ചീര, വളാത്തങ്കര ചീര, ചെമ്പട്ട് ചീര, ഗ്രീൻ ചീര, ഇങ്ങനെ കുറേ ചീരകൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് നടാമെങ്കിൽ അതൊരു രസമായിരിക്കും. ഓരോന്നും ഓരോ കോളത്തിൽ നടാമെന്നുണ്ടെങ്കിൽ അതും ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ചീര നടാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ളതെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. പുതിയതായിട്ട് നമ്മൾ ചീരയൊക്കെ പാകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വളർന്ന് വരുന്നതിനനുസരിച്ച് ഇനി നമുക്ക് പറിച്ച് മാറ്റി മാറ്റി നടണം. ഇതെല്ലാം കുറേ ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ പല ടൈപ്പിലുള്ളതായ ചീര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളമൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വെള്ളമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ കിണറ്റിലാണെങ്കിൽ വെള്ളമൊക്കെ പറ്റി, എന്തായാലും ദൈവത്തിൻ്റെ കൃപയിൽ കനാലൊക്കെ തുറന്നതുകൊണ്ട് നമുക്കിപ്പം കിണറ്റിൽ വെള്ളം ഇഷ്ടം പോലെയായി. ഇപ്പം കുറേ പേർക്കെങ്കിലും ഉള്ളതായ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും വെള്ളത്തിന് ഷോർട്ടേജൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ വെള്ളം തന്നെ നമുക്ക് വേസ്റ്റാക്കി കളയാതെ അത് ഉപകരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വിഷു ഒക്കെ വരുന്നതായ സമയത്ത്, വിഷു ഇപ്പോഴല്ല, ഏപ്രിൽ വിഷു ഒക്കെ വരുന്നതായ സമയത്ത് നമുക്ക് കണിവെള്ളരിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇപ്പോഴേ മണ്ണൊക്കെ ഒരുക്കി തയ്യാറാക്കിയെങ്കിൽ മാത്രമേ വെള്ളരിക്കയൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വെള്ളരി നമുക്ക് നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. വെള്ളം കോരി തന്നെ കിളിപ്പിക്കുക എന്നുണ്ടെങ്കിൽ വലിയ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് അതിനെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം കണി വെക്കുന്നതായ വെള്ളരി നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അടുത്തതാണ് പയർ കൃഷി എന്ന് പറയുന്നത്. പയർ കൃഷിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എപ്പം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പയർ നട്ടുപിടിപ്പിക്കാം. അതിന് പ്രത്യേകിച്ച് കാലാവസ്ഥയൊന്നുമില്ല. അപ്പം നമുക്ക് എപ്പം നട്ടാലും നമുക്ക് അത്യാവശ്യം വേണ്ടതായ ഈൽഡ് നമുക്ക് കിട്ടും. പയർ കൃഷിയാണിത്. പയർ ഇവിടെ എല്ലാം പല ടൈപ്പിലുള്ളതായ പയർ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായ സമയത്ത്, ആ സീസൺ സമയത്ത് നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം പല ടൈപ്പിലെ പച്ചക്കറികൾ നമുക്ക് നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുമ്പോൾ എന്നും ഒരേപോലെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ. അപ്പോൾ ആ ഒരു മടുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 ടൈപ്പ് പച്ചക്കറി എങ്ങനെ നടാനായിട്ട് ശ്രമിക്കണം. ഇപ്പം പലതരത്തിലുള്ളതായ പയറുകൾ, ഇപ്പോൾ ഒരു പുതിയ ഇനം പയർ വന്നിട്ടുണ്ട്, കാർക്കുന്തൽ പയർ എന്ന് പറയുന്നത്. നല്ല നീളമുള്ള പയറാണ്. അപ്പോൾ അതെല്ലാവരും ഒക്കെ ഒന്ന് വാങ്ങിച്ച് നടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 ടൈപ്പോളം നമ്മുടെ പയറിൻ്റെ വിത്തുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നതാണ് കാർക്കൂന്തൽ പയർ. അപ്പോൾ എല്ലാവരും നടാനായിട്ട് ശ്രമിക്കാം. അതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ നടന്നുണ്ടെങ്കിൽ അങ്ങനെ നടുക. അതല്ല നിങ്ങൾക്ക് ഒരു ടൈപ്പ് പയർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു 5 ഗ്രോ ബാഗിനകത്തെങ്കിലും പയർ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിങ്ങൾ പന്തലമര, അതുപോലെ കുറ്റിയമര, സാമ്പാർ അമര, ഇങ്ങനെയൊക്കെയുള്ളതായ അമരവർഗ്ഗത്തിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതുപോലെ മണ്ണൊക്കെ കയറ്റി വളമൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇഷ്ടംപോലെ ഈ മഞ്ഞ് സമയത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നല്ലതുപോലെ നമുക്ക് വിളവ് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെയും അനങ്ങാതെ നിന്നതായ എന്തെങ്കിലും അമരവർഗ്ഗത്തിലുള്ളതായ ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളവും വെള്ളമൊക്കെ നിങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 മാസം അതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ നമ്മുടെ റെഡ് പന്തൽ അമരയാണ് പിടിച്ചു നിൽക്കുന്നത്. ഇതെല്ലാം പിടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇപ്പം പിടിക്കുന്നില്ല എന്ന് കരുതി ആരും വെട്ടിക്കളയണ്ട. ഇത് നമ്മളിങ്ങനെ നിർത്തിയിരുന്നാൽ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ, പ്രത്യേകിച്ച് ജൈവസ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അമര പിടിച്ചോളും, അമരയ്ക്ക പിടിച്ചോളും. അപ്പോൾ അമരയ്ക്ക പിടിക്കുന്നില്ല എന്ന് കരുതി ആരും വെട്ടിക്കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജൈവസ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അമരയ്ക്ക നമുക്ക് വിളവെടുക്കാം. അതുകൊണ്ട് പടർന്നു കയറി പോകുന്നതായ നമ്മുടെ ചുരക്കയുണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കീടങ്ങളുടെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും. അപ്പം മണ്ണ് ഒരുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രോ ബാഗിനകത്ത് നടന്നെന്നുണ്ടെങ്കിൽ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിനകത്തും, അതുപോലെ തന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ നടുകയെന്നുണ്ടെങ്കിൽ, തൈയൊക്കെ പാകി വെച്ചിരുന്നതിന് ശേഷം അങ്ങനെ പറിച്ച് നടുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട്
പടർന്നു കയറി പോകാനും അതേപോലെ തന്നെ അതിന് ആവശ്യമായ ഒരു പന്തൽ ഒരുക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വളർന്നിട്ട് അതിൽ നിന്ന് നല്ല വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഇനി പച്ചമുളക്. നമ്മുടെ വീട്ടിലേക്ക് എന്നും വേണ്ടതായ ഒരു സംഭവമാണ് പച്ചമുളക്. വീട്ടമ്മമാർക്ക് പച്ചമുളക് ഇല്ലാതെ ഒരു സംഭവം ഒരു കറി നടക്കത്തില്ല എന്നാണ് നമ്മുടെ എല്ലാവരും വിശ്വാസം അല്ലേ. അപ്പോൾ എന്തായാലും അത്യാവശ്യം വേണ്ടതായ പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുക. ഇപ്പം നല്ല കാലാവസ്ഥയാണ് മുളകൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മുളക് നടാതെ ഇരിക്കുക. കുറച്ച് വെയിലൊക്കെ മതി. ഈ ഒരുപാട് വെയിൽ കിട്ടുന്നിടത്ത് നമ്മൾ കൊണ്ടുവച്ചാൽ അത് കുരുടിച്ചു പോകാനും വെള്ളീച്ചയുടെ ശല്യം കൂടാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും തണലത്ത് നട്ടതും ചൂടത്ത് നട്ടതുമായിട്ട് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തണലത്ത് നട്ടതിനകത്താണ് കൂടുതൽ നമുക്ക് ഈൽഡ് കിട്ടുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ നിന്ന് മുളക് കൃഷി കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല ടൈപ്പിലുള്ളതായ മുളകുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം പുതിയ 2 ഇനങ്ങളൂടെ വന്നിട്ടുണ്ട്. ഉണ്ടമുളകിൻ്റെ ഒരു വേർഷനാണ്, മഞ്ഞ കളറും പച്ച കളറുമാണ്. ഇത് നമ്മുടെ ബുള്ളറ്റ് മുളകാണ്. നന്നായിട്ട് പിടിക്കുന്നുണ്ട് അതിനകത്ത്. പല ടൈപ്പിലുള്ളതായ മുളകുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനകത്തും കായ്കൾ പിടിച്ചു വരുന്നുണ്ട്. എല്ലാത്തിനകത്തും മുളക് ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. അപ്പം അതും വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള മുളകുകൾ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാവരും നട്ടുപിടിപ്പിക്കാത്തവരായിട്ട് ആരും കാണത്തില്ലായിരിക്കും. കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളിയൊക്കെ ശീതകാല പച്ചക്കറികൾ കുറേ പേരെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ വിളവെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വിളവെടുത്ത് കറിയൊക്കെ വയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ത് രുചിയാണെന്നറിയാമോ. അപ്പം ഇനി നടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കുക. അധികം വെയിലുള്ള ഭാഗത്തോട്ട് കൊണ്ടുവെക്കാതിരിക്കുക. ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്നതായ സ്ഥലത്തോട്ടൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഹെഡ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പിഴുത് കളയേണ്ട കാര്യമില്ല. അതിനകത്തുനിന്ന് കുഞ്ഞു തൈകൾ നമുക്കിങ്ങനെ പൊട്ടിക്കിളിച്ച് അതിൻ്റെ ബ്രാഞ്ചസ് വരും. അത് നമുക്ക് ഒടിച്ച് നടുകയെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കോളിഫ്ലവർ വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാബേജിൻ്റെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞ് നമുക്ക് അതിൽ നിന്ന് ഹെഡുകൾ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതും അവിടെ കുറച്ച് ദിവസം കൂടെ 1-2 മാസം കൂടെ അവിടെ നിർത്തിയേക്കുക. അപ്പോൾ അതിന് വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ കുഞ്ഞു കായ്കൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ വഴുതനയാണ്. വഴുതന കൃഷി നമുക്ക് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ തറയൊക്കെ കിളച്ചൊരുക്കി അടിവളമായിട്ട് ചാണകമോ കോഴിവളമോ ആട്ടിൻകാഷ്ടമോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വഴുതന നടാവുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളൊക്കെ നമ്മളൊരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് 1-2 ദിവസം ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ട് ഒഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വളർന്നു വരിക. അതുപോലെ ഈ വഴുതനയിലും പച്ചമുളകിലും ഒക്കെ എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകാനും കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഈ പച്ചക്കറി വേസ്റ്റുകളുടെ വെള്ളം സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി കൃഷി നമുക്ക് നന്നായിട്ട് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5-6 ഗ്രോ ബാഗിനകത്ത് ഇവിടെ തക്കാളി നട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ നട്ടതൊക്കെ പിടുത്തമൊക്കെ കഴിഞ്ഞ് തീർന്നതിന് പുതുതായിട്ട് നട്ടിരിക്കുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് കുറച്ച് വഴുതന നട്ടിട്ടുണ്ട്. അപ്പം 2-3 ദിവസം ആയതേ ഉള്ളൂ. അവർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 10 പച്ചക്കറികളെങ്കിലും നമ്മൾ നടുക. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള 10 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ആവശ്യത്തിനുള്ളതായ വെണ്ടയ്ക്ക, അപ്പോൾ നമുക്ക് സാമ്പാറിനകത്ത് ഇടാനോ തീയലുണ്ടാക്കാനോ തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ നമ്മുടെ വെണ്ടയ്ക്കകൾ നമുക്ക് ഉപകരിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ആനക്കൊമ്പൻ റെഡ് വെണ്ട വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു 10 ടൈപ്പെങ്കിലും അത്യാവശ്യം ഒരു 5 വെണ്ടയെങ്കിലും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. അടുത്ത ലാസ്റ്റ് പറയാനുള്ളത് ഇഞ്ചി, മഞ്ഞൾ, കൂവ, ഇങ്ങനെ കസ്തൂരി മഞ്ഞളൊക്കെ നട്ടവർക്ക് വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ മഞ്ഞളൊക്കെ ഉണക്കി പൊടിച്ച് വെക്കാനുള്ള നല്ല സമയമാണ്. കൂവ കൃഷി ചെയ്തവർക്ക് കൂവയൊക്കെ ഉണക്കി പൊടിച്ച് കിളച്ചിട്ട് ഉണക്കി പൊടിച്ചൊക്കെ വയ്ക്കാനുള്ള നല്ല കാലാവസ്ഥയാണ് എപ്പോഴും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊന്നും നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ minislife.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂവ, അതേപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിച്ച് എന്തായാലും എല്ലാവരും കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ നട്ടുപിടിപ്പിക്കുക ഉണ്ടെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിച്ച് കുറേ കാലം കൂടെ നമുക്ക് ഈ ഭൂമുഖത്തൊക്കെ ഒന്ന് ജീവിച്ചിരിക്കാനും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ നമുക്ക് ജീവിക്കാനായിട്ടും സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുക. കൃഷിയിൽ പുറകോട്ട് പോകാതെ ഇരിക്കുക. സന്തോഷത്തോടെ ക്ഷമയോടെയൊക്കെ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളതായ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.